അങ്ങനെ ലോകകപ്പ് കഴിഞ്ഞു. മെസ്സിയുടെ കണ്ണീരിനും യമാലിന്റെ പുഞ്ചിരിക്കും ലോകം സാക്ഷിയായി. പല കുഞ്ഞൻ ടീമുകളുടെയും ശ്രദ്ധേയ പ്രകടനങ്ങൾ കൊണ്ട് ഈ ലോകകപ്പ് എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിരുന്നു. മികച്ച പോരാട്ടത്തിനൊടുവിൽ സ്പെയിൻ അർഹിച്ച വിജയം നേടിയെടുക്കുകയും ചെയ്തു. ലോകകപ്പിന് കൊടിയിറങ്ങവേ ഈ ലോകകപ്പിലെ മികച്ച പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുത്താൽ ആരൊക്കെ അതിൽ ഉൾപ്പെടുമെന്ന് നോക്കാം. ഗോൾ വിലക്ക് മുന്നിൽ കേപ്പ് വെർദെയുടെ വൊസീഞ്ഞയ്ക്കാണ് സ്ഥാനം. 40-കാരനായ വൊസീഞ്ഞ ഇത്തവണ ശ്രദ്ധേയമായ പ്രകടനമാണ് പുറത്തെടുത്തത്. 18 സേവുകളാണ് ഈ ലോകകപ്പിൽ അദ്ദേഹം നടത്തിയത്. സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തിളക്കാനും അർജന്റീനയോട് പൊരുത്തി തോൽക്കാനും കേപ്പ് വെർദെക്ക് കരുത്തായത് വൊസീഞ്ഞയുടെ മികവാണ്. പ്രതിരോധ നിരയിലേക്ക് വരുമ്പോൾ സ്പെയിനിന്റെ പെഡ്രോ പോറോയാണ് ഒരു താരം. സ്പെയിനൊപ്പം 18 വിജയകരമായ ടാക്കിളുകളും 12 ഇടപെടലുകളുമായി പ്രതിരോധത്തിൽ കൈയ്യടി നേടാൻ പെഡ്രോ പോറോയ്ക്ക് സാധിച്ചിരുന്നു. 2 ഗോളുകളും താരം നേടുന്നത് എടുത്തു പറയേണ്ടതാണ്. 19-കാരനായ പൗ കുബാർസിയാണ് രണ്ടാമത്തെ താരം. ഈ ചെറുപ്രായത്തിൽ ഇത്രയും മികവ് കാട്ടുന്ന കുബാർസി ഭാവിയിലെ ഹീറോ തന്നെയാണ്. 547 പാസുകളാണ് കുബാർസി നൽകിയത്. പാസിൽ 97% കൃത്യത പുലർത്തിയ കുബാർസി 22 ക്ലിയറുകളും നടത്തി. ഈ ലോകകപ്പിലെ മികച്ച യുവതാരമായും സ്പെയിനിന്റെ കുബാർസിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അർജന്റീനയുടെ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് മറ്റൊരു പ്രതിരോധ താരം. 100% വിജയകരമായി ടാക്കിളുകൾ ചെയ്യാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടറിലടക്കം ഗംഭീര പ്രകടനമാണ് താരം നടത്തിയത്. കേപ്പ് വെർദെക്കെതിരെ പൊരുതിയച്ച മത്സരത്തിൽ ഒരു മികച്ച അസിസ്റ്റ് നടത്താനും ലിസാൻഡ്രോക്കായിരുന്നു. ലെഫ്റ്റ് ബാക്കിൽ സ്പെയിന്റെ മാർക്ക് കുക്കറെല്ലയാണുള്ളത്. 1 ഗോളും 15 വിജയകരമായ ടാക്കിളുകൾ ഉൾപ്പെടെ ഈ ലോകകപ്പിൽ ഏറ്റവും ശ്രദ്ധേയ പ്രകടനം നടത്തിയ ഒരാളാണ് കുക്കറെല്ല. മധ്യനിരയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അവിടെ റോഡ്രി ഉണ്ട്. സ്പാനിഷ് നായകന്റെ മികവ് ഇത്തവണ സ്പെയിനെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇത്തവണ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ ജേതാവാണ് റോഡ്രി. 655 കൃത്യതയാർന്ന പാസുകളോടെ റെക്കോർഡിടാൻ റോഡ്രിക്കായിരുന്നു. ഇത്തവണ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ താരമായി റോഡ്രിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. സെൻട്രൽ മിഡ്ഫീൽഡിൽ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിഹാമിനും സീറ്റ് നൽകാം. 7 ഗോളുകളോടെ ഇംഗ്ലണ്ടിനെ സെമിയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ബെല്ലിഹാം. ഫ്രാൻസിന്റെ മൈക്കൽ ഒലീസയാണ് മധ്യനിരയിലെ മറ്റൊരു താരം. ഗോളടിക്കാൻ സാധിച്ചില്ലെങ്കിലും 7 അസിസ്റ്റുമായി ലോക റെക്കോർഡ് പ്രകടനമാണ് ഒലീസി നടത്തിയത്. മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി ഉണ്ട്. 8 ഗോളും 4 അസിസ്റ്റുമായി മെസ്സി മികവ് കാട്ടിയെങ്കിലും കിരീടഭാഗ്യം ഉണ്ടായില്ല. 39 വയസ്സിലും മെസ്സി തന്റെ മികവ് എത്രത്തോളം വേണമെന്ന് കാട്ടിക്കൊടുത്തു. ലോകകപ്പ് ചരിത്രത്തിൽ 12 അസിസ്റ്റുകളുമായി ലോക റെക്കോർഡിടാനും മെസ്സിക്കായി. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ് മുന്നേറ്റത്തിലെ രണ്ടാമത്തെ താരം. 10 ഗോളുകൾ അടിച്ചെടുത്ത എംബാപ്പെ തുടർച്ചയായ 2ാം ലോകകപ്പിലും ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. 22 ഗോളുകളോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുള്ള താരമായി മാറാനും എംബാപ്പയ്ക്ക് സാധിച്ചു. നോർവേയുടെ എർലിംഗ് ഹാലണ്ടാണ് മറ്റൊരു താരം. 7 ഗോളുകളാണ് ഹാലണ്ട് ഇത്തവണ അടിച്ചെടുത്തത്. ഏതൊരു ലോകകപ്പും പോലെ കണ്ണീരും ആവേശവും അപ്രതീക്ഷിത തിരിച്ചറിവുകളും നിറഞ്ഞു നിന്ന മറ്റൊരു ഫുട്ബോൾ മാമാങ്കത്തിലാണ് ഇവിടെ തിരശ്ശീല വീണത്. പമ്പമാരെ ഞെട്ടിച്ച കുഞ്ഞൻ ടീമുകളുടെ പോരാട്ട വീര്യവും ഇതിഹാസങ്ങളുടെ യാത്രയയപ്പും പുതിയ യുവതാരങ്ങളുടെ ഉദയവുമെല്ലാം ഈ ടൂർണമെന്റിനെ ചരിത്ര താളുകളിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. ഈ പ്ലേയിങ് ഇലവനോട് നിങ്ങൾക്ക് തീർച്ചയായും വിയോജിപ്പുകളുണ്ടാവും. ഗോൾഡൻ ഗ്ലോവിന് അർഹനായ സ്പെയിന്റെ ഉനായ് സിമോൺ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെ ഉൾക്കൊള്ളിക്കാത്ത ഒരു ഇലവനാണിത്. തീർച്ചയായും 8 മത്സരങ്ങളിൽ നിന്ന് 7 ക്ലീൻ ഷീറ്റുകൾ നേടിയ സിമോൺ ഈ ലോകകപ്പിലെ അത്ഭുത പ്രകടനം തന്നെയാണ് നടത്തിയത്. അതിനു മുകളിൽ വൊസീഞ്ഞോ എന്ന ചോദ്യവും പ്രസക്തമാണ്. സമാനമായി നിങ്ങളുടെ സ്വപ്ന ലോകകപ്പ് ലെവലിൽ മറ്റേതെങ്കിലും താരങ്ങൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ അത് ഇവിടെ കമന്റിൽ പങ്കുവെക്കാം.